ഇവിടേക്കൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടോ. രണ്ട് സൈഡും ഫുൾ ചാവൽക്ക റൊട്ടി മറിച്ചിട്ടു. മറ്റേ നമ്മളുടെ നെയ്യാക്കിയിട്ട് അങ്ങനെ ഒട്ടയ്ക്കും എല്ലാം കൂടിയിട്ട്. അവർക്കറിയാം അളവ്. നമ്മൾ കൂടുതലിടാൻ പറഞ്ഞ ഇടൊന്നുമില്ല. നോട്ടെ എറിയണ നോട്ടെ. നല്ല അടിപൊളി. തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടു വെജിറ്റബിൾ ബിരിയാണി അല്ലേ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെറുതെ കൊടുക്കണ്ടോ? ഇത് റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. മിച്ചർ ഫുള്ളായാലും 1 കിലോ മിച്ചർ തന്നെയായാലും ഇതെന്തൊരു സാധനം മനസ്സിലായ? അപ്പൊ ആള് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം എടുത്തു. അതന്നെ പായസം കട്ടിയായി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഇരിക്കും സാധനം. പിന്നെ അടിച്ച് നമ്മൾ കുഴച്ച് പരിപ്പാകും. നിന്ന ദോശക്കടയുടെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഈ ബീഫ്, മട്ടൻ, ചിക്കൻ ആ വക സാധനങ്ങളല്ലാണ്ട് ദോശ കിട്ടുന്ന സ്ഥലം തേടിയിട്ട് വന്നതാണ്. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ട് വന്നു കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിരുന്നു അതിന്റെ കട. അത് 5 മണി വരെയുള്ളൂ. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്നു വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. ഇതല്ല കേട്ടോ, ഇതിന്റെ തൊട്ടപ്പുറത്തും കൂടി ഉണ്ട് തിരക്ക്. കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ ഇത് നല്ലതാണോ പൊട്ടയാണെന്ന് ആദ്യം അറിയാനായിട്ട് അന്തരീക്ഷം മൊത്തം വീക്ഷിച്ചു. കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, മൊത്തം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ വിചാരിച്ചു ഇത് ഒരെണ്ണം പറഞ്ഞു ബട്ടർ എന്തിട്ടായിരുന്നു മസാല ദോശ. അപ്പോൾ അത് തിന്നതിന് ശേഷം ഒന്ന് ലേശം കഴിച്ച് കഴിഞ്ഞാൽ അറിയാലോ എന്താണ് വിശേഷം എന്നുള്ളത്. വൃത്തിക്കും കാര്യത്തിനൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞത് കേട്ടോ. നോക്കിയ ടേസ്റ്റ് ബെസ്റ്റാ? അന്നൊന്ന് നോക്കട്ടെ. അയ്യോ നല്ലതാണ് കേട്ടോ. ദോശയ്ക്ക് ഭയങ്കര കാര്യമാണ്. കപ്പ് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ചട്നി കൂട്ടി തിന്നിട്ടില്ല. നിലവിൽ അങ്ങനെ തിന്നുമ്പോൾ ഇതുണ്ട്. അതിനോട് പറയാം അല്ലേ? ഓറേക്ക് മസാല ദോശ, ഗീ മസാല ദോശ, ബട്ടർ മസാല ദോശ ആയിക്കോട്ടെ. അപ്പോൾ ഓനെങ്കിലും കഴിക്കട്ടെ. അല്ലെങ്കിൽ കഴിയിട്ട് വന്നപ്പോ തിക്കുന്നേരൊക്കെ മുത്തിന് കിട്ടാനുള്ളത് ഉണ്ടാവില്ല അല്ലേ? മുത്തിന് എപ്പോഴും അയ്യോ എനിക്ക് പിടിച്ച ആൾക്ക് കിട്ടിയില്ല ഇതവരെ. അപ്പം ഞാനും കൂടി ഒന്നോടെ ഒന്ന് കഴിയിട്ട് മാന്താം. അടുത്തുണ്ടാക്കുമ്പോഴേക്കും ഇത് തിന്ന് തീർക്കാം അല്ലേ? മസാല ഉള്ളിലുണ്ട്. തേച്ചക്കല്ലേ? ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ നോക്കി പേരൊന്നും കാണുന്നില്ല. പിന്നെ അവിടെ അടുക്കാൻ പറ്റില്ല, അത്ര തിരക്കാ. എന്ത് തിരക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിങ്ങൾ അറിയുന്നവരാണ് ഈ കമന്റ് ചെയ്തത്. എന്താ എത്ര തിരക്കുന്നൊന്നും അറിയില്ല. ദോശ അവിടെ എന്തൊക്കെ ദോശ നമ്മൾ കണ്ടേ? അങ്ങനെയുള്ള ദോശ ഐറ്റംസ്. പിന്നെ എന്താ ബിരിയാണി അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടെന്നുണ്ട്. ഒന്ന് നോക്കി നോക്കാം. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കി നോക്കാം. കഴിഞ്ഞോ? മസാല ദോശയുടെ ടേസ്റ്റ് അറിയാം. മസാലയുടെ നിൽക്ക് കറക്റ്റ് കളയുണ്ടായിട്ടില്ല. ചമ്മന്തി ആവശ്യം വരിക ഇത് അടുത്തതിന്. എന്നാലും മസാല ദോശയുടെ ഇതും കുഴപ്പമില്ല. ഏതാ കണ്ടു ഉള്ളി കിട നിൽക്കുക. മസാല ദോശയുടെ ഉള്ളി കിട നോക്കി നോക്കട്ടെ, നിന്നെ കാണാൻ പറ്റുമെന്ന്. നോട്ടെ, പൊക്കി പിടിക്കേ. നോട്ടെ. അറ്റാക്ക് ഓർണഗടി അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതെ, അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നിത ഈ പ്രാവശ്യം പിടിക്കുന്നതുകൊണ്ട് നിതയ്ക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, വേറെ മേടിച്ചുതരാം, നീ പേടിക്കാം. നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള മസാല ദോശ 40 രൂപയുടെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തിരക്ക്. ഇത് ഇവിടെ കുറേ നേരങ്ങളായിട്ട് ഇതേപോലെ തന്നെയാണ് തിരക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നിട്ട് ബജ്ജി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബജ്ജി ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഈ ഒരു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു കോളിഫ്ലവർ ലൈവ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കറി കല്യാണം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതാണ് കേട്ടോ. അതിൻ്റെ തിരക്കാണ്. അപ്പോൾ എല്ലാം കൂടി ഒറ്റൊരു സ്ഥലത്തായതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇതെന്താ പൊറോട്ടയുടെ തിരക്കാണ്. പക്ഷേ ഇവിടെ ഒന്നും വൃത്തിയില്ല കേട്ടോ. നമ്മൾ നേരത്തെ കഴിച്ച പോലത്തെ സ്ഥലമൊന്നുമല്ല. ഇവിടെ ആകെ കച്ചറയും സാധനങ്ങളൊക്കെ ആയിട്ട് ആകെ തവിട് പൊടിയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ദോശ, ഇഡ്ഡലി 30 രൂപ ഉണ്ടോ? ഇഡ്ഡലിയുടെ ഒരു വലിയ സംഭവം. ദോശയാണെങ്കിൽ ദോശ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ. അത് കൂടാണ്ടാണ് പുറത്തേക്കേണ്ട തിരക്ക്. ഇത് ദോശ, പല രീതിയിലുള്ള ദോശ. ഇവിടെ ഇവിടെയാണ് ഊത്തപ്പം. ഇതാണ് ഊത്തപ്പം, ഇഡ്ഡലി, അങ്ങനെയുള്ള
വെറൈറ്റി മസാല സകല സാധനമുണ്ട്. ഒന്നിട്ട് കിടക്കുന്ന ഒക്കെ ഉണ്ടാക്കുന്ന കൈയോടെ. പിന്നെ ഇതാണ് ഒരു മൊത്തത്തിലുള്ള ടോട്ടൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈ നൈറ്റ് ഇതേപോലെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ തൊട്ടടുത്ത് ഇഷ്ടംപോലെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ദേശം പൈസ കൂടിയ കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് കഴിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ഈ വരുമ്പോൾ 3-4 ഹോട്ടൽ ഇതേപോലെ തന്നെ ഉണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് 2 ദോശ മാത്രം കഴിച്ചു. ഇനി വേറെ സ്ഥലങ്ങളിൽ ഇരുന്നല്ലേ പറഞ്ഞേ? ഐസ്ക്രീമിൻ്റെ അത് ഇതാണോ ഐസ്ക്രീം? ഭയങ്കര തിരക്ക്. എന്ത് ഐസ്ക്രീമാ നോക്കാം അത്. ഓ അപ്പോൾ അതെന്താന്ന് നോക്കാം നമുക്ക്. അങ്ങോട്ടേക്ക് നീങ്ങാം ഐസ്ക്രീമിൻ്റെ കടയിലേക്ക്. വിജയലക്ഷ്മി സ്റ്റോഴ്സ്. ഇവിടെ എന്താ ഐസ്ക്രീമാണ് കൊടുക്കണമെന്ന് നോക്കാം. ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പോൾ ലേശം കുറഞ്ഞതാ. ഒരു ഐസ്ക്രീമിൻ്റെ കടയിൽ വന്നതാണ് തൊട്ടുപുറത്ത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രധാനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഐസ്ക്രീം പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ബട്ടർ ദുൽഖർ ബനാന ദുൽഖർ സൽമാൻ 1 ഏക് ദേ ദോ. അല്ല ഇപ്പൊ കഴിക്കാം. ഒരെണ്ണം എന്താണെന്ന് നോക്കട്ടെ. ഈ ദുൽഖർ സൽമാന്റെ സാധനം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് ബനാന. ഏത് ഈ സാധനം അല്ലേ? അതെന്നിട്ട് ടേസ്റ്റ് നോക്കി. സുപ്പാരി ആണെങ്കിൽ എനിക്ക് മിക്സ് ചെയ്യണ്ട. എന്നിട്ടാ സുപ്പാരി പോലത്തെ സാധനം മിൽക്ക് മെയ്ഡ്. ഇത് ബട്ടർ, പഴം, ഐസ്ക്രീം, പിന്നെ മറ്റേ റോസ് സാധനം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനും പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഒതുങ്ങി നിന്ന് കഴിക്കാം. ഇടുക ലേശം ഒന്ന് കഴിച്ചു. ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇത്രയും തിരക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവില്ല ഇവിടെ. മിക്സിയുടെ മിക്സിങ് ചെയ്യും. ഇത് ആദ്യം വാർക്കപ്പണിക്കാർക്ക് പോയ അയ്യേ വറുതി വെക്കിളിനെ കൊണ്ട് മടുത്തൂലോ. അവിടത്തെ തിരക്ക് നോക്കി നിങ്ങൾ. നമ്മൾ നിന്ന ദോശക്കടയുടെ ഒന്ന് തിരക്ക് നോക്കി. ഇവിടെ വെറുതെ കൊടുക്കണ പോലെ കേട്ടോ തിരക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് വരുമോ? ഈ ഒരു മൊത്തം ഫുൾ ആൾക്കാർ ഈ ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ അത് കഴിക്കാൻ വരുന്ന ആൾക്കാർ അത് കഴിച്ചു കഴിയുമ്പോഴേ വന്ന് ഒരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം ഇത് അല്ലേ? അങ്ങനെ ആയിരിക്കാം. അടിപൊളി ബസ് പോകണ്ടല്ലോ. നമ്മുടെ നാട്ടിലേക്കുള്ളതാവോ? അല്ല അല്ലേ? ചിലപ്പോൾ നമ്മുടെ അവിടേക്കുള്ളതാവും. യാത്ര മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി? ഇത് എനിക്ക് ആ മറ്റേ സാധനം മിക്സ് ചെയ്യണ്ട കേട്ടോ. എന്താന്നുള്ളത് ഇപ്പൊ എന്തുട്ടാ പറയണേ? ഒരു കോലിക്കടി തരാൻ പറയാം ആളുടെ അടുത്ത്. ഇന്നത്തേക്കാവോ? പുറത്തേക്ക് കളയെടുത്തിട്ട് ഇത് 95 രൂപ. പൈസ ഒന്നും ചോദിച്ചില്ല. നന്നാവുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പറഞ്ഞു. ഇതിപ്പോ കുഴച്ചതാണോ? ഇതിപ്പോ കുഴച്ചതാണെന്ന് പറയണ. ഒരു പഴം കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ കുഴച്ചത് അറിയില്ലല്ലോ. അയ്യാ സൂപ്പർ, അടിപൊളി. ഇത് പെട്ടെന്ന് തീരും. വേഗം ഞാൻ കഴിച്ചോ. മുത്ത ആർക്കും നിന്നാണ് വാശിയിൽ ഫസ്റ്റ് ഫുള്ള് തീർക്കുക. ഞാനാണെങ്കിൽ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് കഴിക്കാനും പറ്റിയില്ലല്ലോ ദൈവമേ. ദേശം ഇത് മോളിൽ നിന്ന് വെള്ളം വീണു. വേറെ ലെവലിൽ സാധനം അടിപൊളിയായിട്ട്. പൈസ പൊക്കോട്ടെ, സാധനം സൂപ്പറാ. അപ്പൊ ഈ കട എന്താ ലക്ഷ്മി എന്തായിരുന്നു കടയുടെ പേര്? വിജയലക്ഷ്മി സ്റ്റോഴ്സ്. എവിടെയാ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ്? വിൽസൺ ഗാർഡൻ. ഈ ദോശക്കടയുടെ നേരെ ഓപ്പോസിറ്റ്. ഇത്രയും ദോശ കഴിക്കാൻ ആൾക്കാർ നിങ്ങളുടെ കൂട്ടം കൂടി നിൽക്കുന്ന കടയുടെ നേരെ മുന്നിലുള്ളത്. ഇവിടെ എന്തൊക്കെയായാലും ഇവിടെ ജാതി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ വെച്ചാൽ തല്ലു കൊടുത്ത ആവശ്യമില്ല. എല്ലാവരും ഓരോന്നാ പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ സൂപ്പർ. നാലെണ്ണം നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 നാള് വീണ്ടും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ?
അല്ലല്ല എപ്പോഴും കണ്ടിന്യൂസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കിട്ടിയാ ഒന്നിഷ്ടം 95. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ റെഡിയാണ്. പിടിക്കണ കിട്ടിയില്ലേ? ಒಂದು ಕೊಡಿ. ಅವ್ರು ಮುಂದಾನೆ ಸರ್ ಅದಕ್ಕೆ ಅದಕ್ಕೆ 95 ಡೈಲಿ ಬೇರೆ ಬೇರೆ ರೇಟ್. ಇಟ್ಸ್ ಆಲ್ವೇಸ್ ಡಿಪೆಂಡ್ ಅಪಾನ್ ಐಸ್ ಕ್ರೀಮ್. ಇದಕ್ಕೆ ಅವರು ഒന്ന് കൂടി. അപ്പോൾ എന്തായാലും അടുത്തതും എല്ലാവർക്കും കിട്ടിയിട്ടോ. ഇങ്ങനെ ഇരിക്കും സാധനം. പിന്നെ അടിച്ച് നമ്മൾ കുഴച്ച് പരിപ്പാക്കുക. എന്തോരം ഉണ്ട് ഇത് കഴിച്ചാൽ ഇനിയിപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഷോ കല്ലൂട്ടി അടിക്കണ്ട എല്ലാവരും. സൂപ്പറായിട്ടുണ്ട്. ബാക്കിയുള്ള ഇതൊക്കെ സിഗരറ്റാന്ന് പറഞ്ഞ ട്രൈഡ് സിഗരറ്റ്. എന്തായാലും ഒരു പ്രാവശ്യം കഴിക്കാനുള്ളത് ഉണ്ട്. ഒരു പ്രാവശ്യം അല്ല, കഴിക്കാനുള്ളത് ഉണ്ട്. അല്ല മിക്സ് ചെയ്ത് കഴിക്കണം. കഴിക്കട്ടെ കേട്ടാ. ഇനി ഇത് കൈ പിടിച്ചോണ്ടിരുന്നാലേ മുത്തിനി അപ്പൻ്റെ ഇത്തിരി എന്ന് പറയും. നിങ്ങളൊക്കെ വേഗം തീർത്തില്ലേ? ഞാൻ വീഡിയോ പിടിക്കാൻ നിന്നാൽ എന്റെ മാത്രം തീർന്നില്ല. കഴിഞ്ഞു കേട്ടോ. ഒട്ടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ടേസ്റ്റ് സൂപ്പർ സാധനമായിട്ടുണ്ട്. അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നവർക്ക് കഴിക്കാം. അടിപൊളി സാധനം. കാരണം അതേപോലെ 95 രൂപ കേട്ടോ ഒരെണ്ണത്തിന് വില. ആ 95 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. ഒരെണ്ണം കഴിക്കാൻ വയറെന്ന് അറിയും. അത് തന്നെയല്ല 95 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. കാര്യം എന്താ അറിയോ? നമ്മുടെ അവിടെ പലൂട കഴിക്കണമെങ്കിൽ എത്ര കൊടുക്കണം? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതാ സൂപ്പർ പൈസ കൊടുക്കണം. സാധനത്തിന്റെ പേര് ത്രിവേണി എന്നാണ് കേട്ടോ. ഇനിയിപ്പോ സാധനം എന്താന്നുള്ളത് അറിയാണ്ടിരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോ ത്രിവേണി. ഇതാണ് ത്രിവേണി. എന്തുകൊണ്ട് ഇതിന്റെ പേര് ത്രിവേണി എന്ന് പറയുമ്പോ അറിയോ? കോമ്പിനേഷൻ ഓഫ് 3. അതന്നെ ബട്ടർ ബനാന റോസ്. ഈ റോസിന്റെ പൂവില്ലേ അതിന്റെ ഇല, അതിന്റെ ഇലയിലെ അതാണ് സാധനം. സാധനം കറക്റ്റ്. ബസ് പോണ വഴി കേട്ടോ. ഫുൾ ബസ് നമ്മുടെ നാട്ടിലെ ബസ് പോകുമ്പോ ചുങ്കത്തിന്റെ പരസ്യം എന്ന് പറഞ്ഞ പോലെ ഇത് എന്തിനാ പരസ്യത്? ടാറ്റ എന്തോ ടാറ്റയുടെ ബസ്സൊന്നല്ല. വോൾവോയുടെ ബസ്സല്ലേ ഇത്? ആ എന്തിൻ്റെ വണ്ട പരസ്യം അടിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ വണ്ടികൾക്ക് ചിലപ്പോൾ ഈ ഗ്ലാസ് കിടിയും കാണില്ല. ഇത് പിന്നെ ഗ്ലാസിങ്ങിനും കാണാം. ഇത് വോൾവോയ്ക്ക് മാത്രം സ്പെഷ്യലാണല്ലോ പരസ്യം. അടുത്ത ബസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് ശർമ്മൊക്കെ പഴയ കാലം മുതലുള്ള സാധനം. ഈശ്വരൻ്റെ ബസ് അത്. അമ്മ കളറ് നോക്കി. ഉള്ളിലത്തെ കളറ്, കർട്ടൻ്റെ കളറും ആ ലൈറ്റും കൂടി വരുമ്പോഴേ വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ആട്ടാറ് സ്റ്റൈലാ. റോയൽസ് വരുന്നുണ്ട് ബാക്കില്. ഇതൊക്കെ ഭാരത് ബെൻസ് ആക്കിയിട്ടപ്പോൾ വണ്ടികൾ മൊത്തം ഭാരത് ബെൻസാ. 6 വീല്. ടോളിന്റെ ഈ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 6 വീലാക്കി എല്ലാവരും. അപ്പോൾ നമ്മുടെ അവിടേക്കുള്ളതൊന്നല്ല. ഇത് കാണാൻ ഭംഗിയില്ല. ഇത് സാധാ ബസ്സാ. അതെ നമ്മുടെ വണ്ടി അവിടെ കിടക്കട്ടെ. അതിൻ്റെ ഉള്ളിലാ. അയ്യോ കിടന്നാലോ? ബാ കിടന്നു. ബാ ഇനി അടുത്ത സ്ഥലം എവിടെയാന്ന് പറയണേ? ആ അപ്പൊ അങ്ങടാ പോവാ. ശരിയാ വയറ് ഫുൾട്ടിഫുള്ളായി. എന്നാലും എന്തെങ്കിലും ഓരോണ്ടൊക്കെ മേടിച്ച് 3 പേര് കൂടി കഴിക്കാവുന്ന രീതിയിലൊക്കെ ടേസ്റ്റുകൾ അറിയാനായിട്ട്. പിന്നെ അടുത്ത ദിവസം ഈ 4 ഫീറ്റിന്റെ അടുത്തേക്ക് വരണം കേട്ടോ. 4 ഫീറ്റ് ദോശ കഴിക്കണം എന്തായാലും. അതൊരാഗ്രഹ. 3 മണിക്ക് മുന്നേ വരണം. ആ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വരണം കേട്ടോ. 4 മണിക്ക് ചായക്ക് ആ അങ്ങനെയാക്കാം. ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ്ട. ഉച്ചക്കലത്തെ ഊണ് മാറ്റിയിട്ട് ഇതാക്കാം. ആ റോസപ്പൂവിന്റെ മണുണ്ട്.
വായിൽ റോസപ്പൂവിന്റെ മണ മൊത്തം. അതന്നെ ആ എതള് വായിൽ ഇങ്ങനെ നിറച്ച് വായി കിടക്കുക. അതെ, എന്റെ അതെ പല്ലിന്റെ ഇടയിൽ മൊത്തം ആ എതളാ റോസപ്പൂവിന്റെ. പക്ഷെ ഞാനത് സുപ്പാരി പോലത്തെ ഒരു സാധനം വെച്ച് ഞാൻ മിക്സ് ചെയ്യാണ്ടിരുന്നതാ. പക്ഷെ നോക്കുമ്പോ നല്ല ടേസ്റ്റ്. തേൻ മിക്സാ റോസാപ്പൂ. എന്നിട്ട് ഉണ്ടാക്കണതാ സംഭവം. പറഞ്ഞത് നല്ലൊരു ബിസിനസ് ആട്ടോ. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നല്ലേ, നല്ല ചെലവ് വരും. അപ്പൊ അറിയാവുന്ന ആൾക്കാർ വേണമെങ്കിൽ ഇതിന്റെ കണ്ടന്റ് കാണിച്ചു തന്നെ. കുറച്ച് ബട്ടറും ഞാലിപ്പൂവിന്റെ പഴം അരിഞ്ഞിട്ടതും പിന്നെ ഈ റോസിന്റെ നട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാ. ഏതാ? മിൽക്കി മിസ്റ്റിന്റെ മജസ്റ്റിക് റോസ്റ്റഡ് ആൽമണ്ട് ഐസ്ക്രീം. അതാണ് ഇതിനകത്ത് മിക്സ് ചെയ്യണത്. അതുകൊണ്ടാണ് ആ സാധനം നല്ല ഒടുക്കത്തെ ടേസ്റ്റാ. അല്ല, ഇവര് കൂടുതൽ പൈസ അല്ല, ഐസ്ക്രീമിന്റെ പൈസ എന്തായാലും ഒരു 10-60 രൂപ ഉണ്ടാവും ഇല്ലേ? പിന്നെ ഈ പഴം ഈ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ 95 രൂപ കൂടുതലല്ല. അപ്പൊ എന്തായാലും സംഭവം കലക്കി. നീ ഇതൊക്കെ എറിക്കോ? ഓക്കെ അല്ലേ? സെറ്റ്. ലൊക്കേഷൻ ഇട്ടോ, പോവാ. പേട്ട ബസ് വേറെ. ഇതെന്താ? SPT ലക്ഷറിയസ് തന്നെയാണ്. അമ്മ കല്ലക്കാൻ സാധനം. SPT ദൂരം ബസ്സല്ലേ? കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോണതല്ലേ? നമ്മള് വന്നിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ 2 മണിക്കൂർ. അതെ, ഇപ്പൊ നോക്കിയാ കടയിലത്തെ തിരക്ക്. ഐസ്ക്രീം നമ്മൾ കഴിച്ച കടയില് നമ്മള് കഴിച്ചപ്പോ ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഫുള്ളാളെ കണ്ട. അതാണ് വ്യത്യാസം. അതേപോലെ ഇവിടെ നമ്മൾ വന്നപ്പോ മുതൽ എത്രയാണോ തിരക്ക്, അതേപോലെ തന്നെ തിരക്ക് തന്നെയാട്ടോ. ആ തിരക്ക് അതേപോലെയാണ്. ഫുൾ എപ്പോഴും പോണം. അതിന്റെ ഉള്ളിൽ അത്രയും സ്ഥലമുണ്ട്. എന്നിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തവരാണ് ഈ പുറത്ത് നിൽക്കണതേ. അല്ല, കുറെ സാധനമുണ്ട്. ബിരിയാണി റൈസ്, കുറെ സാധനങ്ങളുണ്ട്. എന്തായാലും അടുത്ത സ്ഥലം എങ്ങനെയാന്നുള്ളത് പോയി നോക്കാം. ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഇനി ഒരിക്കലും പോകണ്ടാട്ടോ. കുഴപ്പമില്ല. ഈ സ്ഥലം മാത്രമാണ് ഇപ്പൊ ഒരു ചെറിയ വൃത്തി കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ, പെട്ടുപോയി. പുഴു റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അവിടെ. ശേഷം അകത്തി പിടിച്ചിട്ട് അവൻ ബാക്കിലേക്ക് വരും ചിലപ്പോ. അമ്മ ബസ് തിരിഞ്ഞു പോണാണ്. എന്ത് ഭംഗിയാ, കളർഫുള്ള്. ശാന്തിനഗറാണ് കേട്ടോ. ശാന്തിനഗർ ഞങ്ങൾ തിരിഞ്ഞ് നേരെ ഇനി പോകുന്ന സ്ഥലം ഏതായിരുന്നു പറഞ്ഞ്? നമ്മുടെ വിവിപുരം ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ദോശ വെറൈറ്റികളാണോ അതോ എല്ലാ സൈസും ഉണ്ടോ? എങ്ങനെയാ അതിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ടോ? ലാൽബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും അധികം വന്നിട്ടുള്ള ഒരു ബാഗാണ് ഈ ലാൽ ബാഗ്. ആരെ കൂടെ അല്ല, ആൾക്കാര് കൂടെ വരുന്നവരെ കാണാനായിട്ട് വന്നായിരുന്ന ഒരു ബാഗ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നാലാണ് എണ്ണക്കുരുവികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ മൂലയിലും ഓരോ എണ്ണക്കുരുവികളൊക്കെ കിടക്കണ്ട. അവരെ ഞങ്ങൾ ഓളിട്ടിട്ട് എഴുന്നേപ്പിച്ചു വിടും. അതായിരുന്നു അന്നൊക്കെ. അപ്പൊ അതായിരുന്നു അന്നത്തെ പരിപാടി. ഇന്നിപ്പോ അതൊക്കെ മാറി സ്റ്റാൻഡേർഡായി. അല്ല, അവിടുത്തെ ആൾക്കാര്. എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. വണ്ണസ് കിടക്കണോടാ. വണ്ണസ് അമ്മ എന്താണ് അടിപൊളി. അങ്ങനെ നമ്മള് വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ ഫുഡിന്റെ അവിടേക്ക്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തിരക്ക് എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കാൻ നമുക്ക്. ആൾക്കാർ കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഡെസ്റ്റിനേഷനൊക്കെ എത്തിയ സംഭവം. പക്ഷെ കാർ എവിടെ പാർക്ക് ചെയ്ത് ഇതിലെവിടെയെങ്കിലും കുത്തിക്കയറ്റാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. അതാണ് സ്റ്റേഷൻ. ഫുഡിന്റെ പരിപാടിയുള്ള സ്ഥലം. ഇതിന്റെ ഉള്ളിൽ കയറ്റടാ. അത് ഗേറ്റാന്ന് തോന്നുന്നുണ്ടല്ലേ? ആ ബുള്ളറ്റ് ലേശം ഒതുക്കി കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഭാഗ്യത്തിന് വണ്ടി ഒതുക്കാനുള്ള ഒരു പ്ലേസ് ഞങ്ങൾ ഉണ്ടാക്കി, സ്കൂട്ടറൊക്കെ ഒതുക്കി വെച്ചിട്ട്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ സ്വസ്ഥമായിട്ട് നടക്കാം. മറ്റേത് വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസികമായിട്ട് തൃപ്തി ഉണ്ടാവില്ല. കാരണം വണ്ടി ഇത് പോലീസ് പിടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അലമ്പുണ്ടാക്കുക, എന്തെങ്കിലും കോറി വരയ്ക്കുക, ഇതൊക്കെ. അയ്യോ വാളായിരുന്നു. അപ്പം ഇതാണ് സ്ഥലം. വിവിപുരത്തെ ഫുഡ് സ്ട്രീറ്റിലേക്ക് കണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ള. ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. ഇതേ ചക്ക മുതൽ തുടങ്ങാം. അമ്മ ചക്കയൊക്കെ ചുള പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കപ്പലണ്ടി ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ.
ആ ഇത് പച്ചക്കറിയാ, അല്ലാണ്ട് ഇപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കറി വെച്ച് തിന്നണം. ഇത് മറ്റേ കായ, അത് നമ്മൾ ഒരു പ്രാവശ്യം ടേസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പാനിപൂരിയുടെ സ്ഥലമുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാന്ന് നോക്കട്ടെ. ഓ ദോശ വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ഇത് പാവ് ഭാജി സംഭവങ്ങൾ. ഇവിടെ ആണെങ്കിൽ എന്താ നമ്മുടെ ഇത് ബജ്ജികൾ, എല്ലാ സൈസ് ബജ്ജികളും ഉണ്ട്. പനീർ പനീർ ടിക്ക. പനീർ ടിക്ക ഇപ്പോഴേ വേണ്ട, നമ്മൾ നടന്ന് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. തിരക്കുള്ള സ്ഥലത്ത് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ എന്തോ വെറൈറ്റിയാണ് കേട്ടോ, അടയ്ക്കുണ്ട്. ഇവിടെ എന്തോ വെറൈറ്റി, അതാണ് തിരക്ക്. എത്ര ദോശ വെറൈറ്റി അത്, എത്രയോ ദോശകൾ വെറൈറ്റി ഉണ്ട്. ആള് ദോശയുടെ മുകളിൽ എന്തെങ്കിലും സാധനം കണ്ടുണ്ട്. അതേപോലെ ഇവിടെ ഉണ്ടല്ലോ ബിരിയാണി, ലെമൺ റൈസ്, ചട്നി, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു കൂമ്പാരം. പിന്നെ ഇതാണ് ദോശ. എന്ത് ദോശ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ. ഇവിടെ ദോശയുടെ വെറൈറ്റി ഒക്കെ ഇവിടെ നമുക്ക് മെല്ലെ നീങ്ങാം. ഓരോന്നോരോന്ന് നോക്കാം. പഞ്ഞിമിഠായി മുതൽ അങ്ങോട്ട് കണ്ട് നീങ്ങാം. ജിലേബി ഉണ്ടല്ലോ, ലൈവ് ജിലേബി ഉണ്ട്. പൊട്ടാറ്റോ സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് അല്ലല്ലോ, എന്നിട്ടാ സിസ്റ്റർ, അത് തന്നെ. ഉണ്ണിയപ്പം ഒന്നും ആവില്ല അത്. മനസ്സിലായി. അന്ന് നീ മറച്ചിടും. ആണോ? വേണോ? ആ വർത്താനത്തിന്റെ ആവേശം കൊണ്ട് എനിക്ക് മനസ്സിലായി. മതി അല്ല, ഇപ്പൊ ഒരെണ്ണം വേണോ? 3 പ്ലേറ്റ് കഴിക്കും. ശരി ശരി. ഭയ്യ കിത്തനായ? 5 4. 5 പീസ്. ഇപ്പൊ 5 എണ്ണം. ഓക്കെ. ഇവന്റെ കൂട്ടുകാരൻ തിന്നു പറയണത്. അപ്പൊ അത്ര ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. 5 പീസ് റെഡി. എന്താന്നുള്ളത് നോക്കണല്ലോ. മതി ബസ്. കുട്ടാ പൂശ് സാധനം പൂശ്. അങ്ങനെ അഭിപ്രായം പറയും. ചൂടാ? അപ്പൊ എന്തൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം അല്ലേ മുത്തേ? ഇത് അടുപ്പത്ത് ഇങ്ങനെ എടുക്കുന്ന ആദ്യം ചൂടാ. ഇതിന്റെ പേരെന്താന്ന്? നാം ക്യാ ഹൈ ഭയ്യ? പഡ്ഡോ. പഡ്ഡോ പഡ്ഡോ പഡ്ഡു എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. പഡ്ഡു. എന്തായാലും കഴിച്ചു നോക്ക്, പെർഫെക്ഷൻ ഉണ്ടോന്നറിയാം. എങ്ങനെ ആണോ? സാധാരണ നമ്മൾ ക്യാമറയെ ഇങ്ങനെ തിരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്നത് മറക്കാതെ എപ്പോഴും നിന്നെ. അയ്യോ തല കാണാൻ. അതെ, നല്ലതല്ലേ? എല്ലാവർക്കും നല്ല അഭിപ്രായം. എന്നാൽ ലേശം ചൂടാറിയിട്ട് ഞാൻ ഒരെണ്ണം കഴിക്കാം. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ അതേപോലെ തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ऐसा वाला डोसा का क्या बोला? नाम क्या है वो? അവരെ बेले डोसा. അവരെ बेले डोसा अल्ले. कितना है इसका? 80. അവരെ बेले डोसे 80 रुपीस. हाँ मिक्स है स्ट्रीट फेमस. हाँ. और क्या क्या इंग्रेडिएंट्स है इसका? ऑनियन അവരെ बेले. ഒനിയൻ. ऑनियन and അവരെ बेले. അവരെ ബെള്ളെ. എന്താണോ ആ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവരെ ബെള്ളെ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? അവരെ ബെള്ളെ അതാവും നല്ലത്. അവനോട് ചോദിച്ച് മനസ്സിലാക്കണേക്കാളും നല്ലതല്ലേ? ആ നെറ്റിൽ നോക്കാം. അവരെ ബെള്ളെ എന്താണെന്നുള്ളത് അറിയാമല്ലോ. അല്ലെങ്കിൽ അവൻ പറയണത് അവരെ ബെള്ളെ തന്നെയാണോ ശ്രദ്ധിച്ച് നോക്കിയാൽ എന്നാലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഇൻഗ്രീഡിയൻസ് എന്താന്ന് ചോദിച്ചു. ഒനിയനാണ് ഒന്ന് എന്താണെന്നുള്ളത് അറിയില്ല. ഉരുളക്കിഴങ്ങ് വറക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ എണ്ണയും ചട്ടിയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം. ഇതായാലും പക്ഷെ കഴിക്കാന്നെ. അവരവല്ലേ എന്താണെന്ന് അറിയില്ലല്ലോ, നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിതൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഈ പേര് പറയുന്നത് കറക്റ്റാണെന്ന് അറിയില്ല. അബരവെല്ലെ ദോശ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ജാതി ഫേമസ് എന്ന് പറയണേ. പിന്നെ ഇതിപ്പോൾ ഇന്നലെ നമ്മൾ കഴിക്കുന്ന ബോളി പോലത്തെ ഒരു സാധനമാണ് അതിവിടെ ഉണ്ടാക്കുന്നത് കാണണേ. അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്വീറ്റ് വെച്ചിട്ട് ഉള്ള വേറെ സാധനം. പിന്നെ ആ സാധനം
ഉണ്ടാക്കിയിട്ടേക്കണം. അത് ഇന്നലെ ഞങ്ങൾ കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, നെയ്യിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിൽ കഴിക്കുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ടാണ്. അപ്പോൾ ലോക്കൽ കുറേ ഫുഡുകളുണ്ട് സംഭവം. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളിത് എങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് കഴിക്കണം? നമുക്ക് ഒരു വയറല്ലേ ഉള്ളൂ. ഇത് നോക്കിയാൽ അതുപോലെ കുഞ്ഞു ദോശകൾ, കുഞ്ഞു ദോശയുടെ വെറൈറ്റിയാണ് കേട്ടോ മൊത്തം. ഇതാണ് ഇവരുടെ പല വെറൈറ്റികളുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ പേരുകളും സംഭവങ്ങളും ചോദിച്ചറിയാം. വന്നിട്ട് കണ്ടിട്ട് ഏതാണോ ഇഷ്ടം അത് കഴിക്കാം. നീ കഴിച്ചോ? മതി 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 കഴിച്ചോ. ഞാൻ കഴിച്ചു, ഒരെണ്ണം കഴിച്ചു. കഴിച്ചോ. ഈ വക സാധനങ്ങൾ വല്ലതും വേണോ? ഇന്നലെ കഴിച്ച സാധനം ഇന്നലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ? അത് തീർത്തു വരണോ? ഇതിന്റെ പേരെന്താ പറഞ്ഞാണ്? ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഒബഡു. ആ ഒബഡു. ഒബഡു ആണ് ഈ ഒപ്പട്ടു. ഒപ്പട്ടു ആണ് ഈ സാധനം. खाने के पहले उसमें क्या डालेगा? गाने के पहले घी. അപ്പൊ ശരി തന്നെ, എല്ലാവർക്കും സെയിം തന്നെയാണ്. ഇത് ഇന്നലെ ഞങ്ങൾ കഴിച്ചതാണ് കേട്ടോ, നല്ല ഇഷ്ടമായിരുന്നു. കണ്ടില്ലേ ദോശ മറിക്കണുണ്ടോ ചേട്ടാ? തട്ടിൽ കുട്ടി ദോശ. ചേട്ടൻ ട്രൈ നോക്കി, ശരിയായില്ലെങ്കിൽ പെട്ടില്ലേ. പോവാ, അടുത്ത സ്ഥലത്തേക്ക് പോവാ. പൈസ കൊടുക്കട്ടെ, ഒരു മിനിറ്റ്. 40 രൂപ. ഗിന്നോ? ഗിന്നു. ഗിന്നു എന്ന് പറഞ്ഞത് എന്താ സാധനം ചോദിച്ചോ? എന്തും കൊണ്ട് ഉണ്ടാക്കണ പാലാണോ? വാട്ട് ഈസ് ദ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കുമ്പോ ഇംഗ്ലീഷ് മീഡിയത്തിന് ഞാൻ പറഞ്ഞു തരണല്ലോ ദൈവമേ. ചോദിക്ക് മിൽക്കാണോ എന്താന്ന് ചോദിക്കുന്നത് സാധനം. കൈസ ബനത്തെ ഹേ, ക്യാ ഹേ, ഐറ്റം ക്യാ ഹേ, ഇതൊക്കെ ചോദിക്ക്. ഈ സാധനം ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ആൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാല്. പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞ? ഇതാ ഇഷ്ടപ്പെടാത്ത സാധനം എന്നല്ലേ പറഞ്ഞ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര ചെറിയ പീസ് വേണമെങ്കിലും കിട്ടും. ഇവൻ കഴിക്കാണ്ട് ഞാനാ കഴിച്ചേ. അപ്പൊ എന്നാ എത്രയെന്ന് ചോദിക്കാം, ഇത് വില ചോദിക്കാം ആദ്യം, എന്നിട്ട് മതി. അല്ലെങ്കിൽ ഏറ്റവും ചെറുത്. അപ്പൊ ആള് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം എടുത്തു. ആദ്യം ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് തന്നിട്ട് അത് കഴിഞ്ഞ് തൂക്കം നോക്കിയിട്ട് 70 ഗ്രാം 70 70 ഗ്രാം 50 റുപ്പീസ്. അങ്ങനെയാണ് ഇതിൻ്റെ സാധനം. എന്നാ കഴിച്ചോ. കാരണം മുത്ത എവിടെ നിന്നോ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിരുന്നാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരെണ്ണം മേടിച്ചങ്ങോട്ട് കഴിക്കാന്ന് വെച്ചു. നോക്കി അത് തന്നെയാണോ ടേസ്റ്റ് എന്ന്? ഓ അത്രയധികം പറയാനൊന്നുമില്ല. ഇത് മറ്റേ കുൽഫിയുടെ ടേസ്റ്റ് ഞാൻ നോക്കിയപ്പോ അല്ലേ? ഇത് വേറെ സാധനം അല്ലല്ല. അല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞ കുൽഫിയുടെ ടേസ്റ്റ്. ഏലക്കായോ എന്തൊരു സാധനം ആ ഫ്ലേവർ അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ജെല്ലി തിന്നില്ലേ, ജെല്ലി തിന്നുമ്പോ തീരെ ഉടയില്ലല്ലോ, അപ്പൊ അതിന് ഉടഞ്ഞു പോയി. അതൊന്നും കുഴപ്പമില്ല, ഇത് വേണമെങ്കിൽ കഴിച്ചു, നല്ലതാ, ഒന്ന് കഴിക്കാം. നമ്മുടെ പായസം കട്ടിയായ പോലെ. അതന്നെ, പായസം കട്ടിയായി ഫ്രിഡ്ജില് വെച്ചിട്ട് കഴിക്കില്ലേ? അത്ര മധുരമില്ല. അത് അതന്നെ പെസയ്ക്ക് അപ്പത്തിനൊപ്പം കഴിക്കണ പാല്. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അവിടെ ഒരു ദോശ കണ്ടില്ലേ, ആ ദോശ നമുക്ക് പോയി വരുമ്പോ വേറെ സാധനങ്ങളൊന്നും കിട്ടിയില്ല വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അത് ഫസ്റ്റ് കഴിച്ചാൽ ബാക്കിയുള്ളത് കഴിക്കാൻ പറ്റില്ല. മുത്തേ ഇതെന്താ 2 കോലും കൊണ്ടുള്ള കഴിക്കല്? കഴിഞ്ഞാ പോവാം, പൈസ കൊടുക്കട്ടെ. പോയാ ഇത് ബാംഗ്ലൂർ മൊത്തം കണ്ടുവരുന്ന ഒരു സംഭവം കേട്ടോ, 99 വെറൈറ്റി ദോശ. പക്ഷേ ഇത് ഒരാളുടെ തന്നെയാണ്, ഇതൊക്കെ പല ആൾക്കാരെ പേര് മാത്രം അങ്ങനെയൊന്നുള്ളൂ. അപ്പോൾ കുട്ടൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേറ്റം വരെ നടന്നിട്ട് എല്ലാം കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാം. സംഭവം ശരിയാണ്. ഏതാ? ഇത് ഏത് വെറൈറ്റി ആണോ ഉണ്ടാക്കണത്? പൈസ വാല കോൺസ വെറൈറ്റി ചീസ് ചീസ് മെഷറൂം. ചീസ് ആൻഡ് മെഷറൂം മസാല. മെസൂ മസാല. മെഷറൂമിനോ മെസൂം എന്ന് പറയുന്നത് അവരുടെ ഇതങ്ങനെ ആയതുകൊണ്ട് അത് പറയണതാവും. ചീസ് അതൊക്കെ മിക്സ് ആവില്ലടാ. പിന്നെ കിത്തനായി ഭയ്യ? 110. 110. ഇതാണ് ചീസ് ഇടുന്നത് കണ്ടോ.
ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടു. മറ്റേ ഇതുണ്ടല്ലോ, സ്വീറ്റ് കോണൊക്കെ ഉണ്ടല്ലോ. പിന്നെ ദേ മസാല ലാച്ചി ഉണ്ട്. പിസ്സ അല്ല, ഇത് മടക്കും ഇനി. ആണോ? അപ്പോൾ 2 പീസാക്കി വരും. അപ്പോൾ എന്തായാലും ഓരോരോ വെറൈറ്റി ഇതേപോലത്തെ 99 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മിക്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, പല പല സാധനങ്ങൾ ഇടും. അപ്പോൾ 99 ദോശ കാണാത്തതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തുണ്ടല്ലോ, ഐസാ, എന്തോ ഐസ് ഫ്രൂട്ടിൻ്റെ ആണോ? ഒരു മിനിറ്റ് നോക്കട്ടെ. അത് ഇവിടെ ഒരു ഇതിൻ്റെ പേരെന്താ? വോഫിൾസ്. അത് ഉണ്ടാക്കണം കേട്ടോ കാണുന്നത്. അതായത് ചോക്ലേറ്റ് അല്ലേ ഒഴിക്കണത്. ചോക്ലേറ്റ് ഒരു മെഷീൻ്റെ ഇതിലിങ്ങനെ ആ സൈസിൽ വെച്ച് അതുമേ ഇത് വെച്ചു, കോലും വെച്ചു. ഇനി ഹീറ്റാക്കും. അപ്പോൾ ആ സാധനം ഉണ്ടാവും. അത് ഏതൊക്കെ ഫ്ലേവറാന്ന് വെച്ചാൽ നമ്മൾ പറയണനുസരിച്ച് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡെമോ ഇരിക്കുന്നുണ്ട്. കണ്ടു. ഇതിൻ്റെ റേറ്റുകൾ എത്ര? 100, 120 അങ്ങനെയൊക്കെയാണെന്നുണ്ട് അല്ലേ? പല റേറ്റുകളിൽ പല വെറൈറ്റികളിലുള്ള പല സാധനങ്ങളുണ്ട്. അത് കൈയോടെ ഉണ്ടാക്കണം. ഫ്രഷാണ് കേട്ടോ. ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ദോശ മുറിച്ചിട്ടു. അപ്പോൾ എല്ലാ ദോശകളും വെറൈറ്റികൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ 4 പേർക്ക് കഴിക്കാം. 4 പീസാക്കിയത് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. നമുക്ക് അവിടെ മരുന്ന് പോയിട്ട് വരാം. അടുത്ത് ഇത് തേങ്ങ കച്ചവടാ. തേങ്ങ മുളപ്പിച്ചത് അല്ലേ? പൊങ്ങ്. എന്താന്ന് കൂട്ടാ? ചിസ്ലറ. അത് നമ്മൾ കഴിച്ചില്ലേ? അത് കഴിച്ചിട്ടുണ്ട്. അതെ. അയ്യേ, അത് വേണ്ട. അയ്യേ, പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ്. തല്ലിപ്പുളിയാ. ഇവിടെ പിന്നെ പാവ് ബജിയൊക്കെ തന്നെയാ. പിന്നെ അവിടെ എന്തോ വെറൈറ്റി ഉണ്ടല്ലോ. ഇതെന്താ? മോമോസ്, അതേപോലെ തന്നെ നൂഡിൽസ്. ഇതെന്താണോ വൈറ്റ്? അങ്ങനെ കുറേ മിക്സ് ചെയ്ത് വായിക്കാൻ പറ്റണല്ലോ. ഒക്കെ മാഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് തന്നെ അറിയില്ല. പിന്നെ ഇതെന്തിട്ടാ സംഭവം? മോമോസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടല്ലേ. പിന്നെ പാനിപൂരി. പിന്നെ ഇതെന്തിട്ടാ? പനീർ, കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് എന്നാണ് എഴുതിയേക്കണേ. പനീർ കട്ട്ലേറ്റ്. പിന്നെ ഇത് വെജ് കട്ട്ലേറ്റ്. ഇത് ചീസ് കട്ട്ലേറ്റ്. എന്താണ് അതിന്റെ എന്താ സ്പെല്ലിംഗ് തെറ്റിയേക്കണേ? അത് കറക്റ്റ് ആക്കി കൊടുക്കണതിന് ഇവിടെ ഇതുണ്ടായിരിക്കും. ചിലപ്പോൾ പ്രൈസ് ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. സാധനങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. മിക്സ് ആക്കാനുള്ളത്. ഒലിവ്, പിന്നെ സ്വീറ്റ് കോൺ, ചെറി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. അതെ. ഇത് ഒരു സാധനല്ലേ നമ്മുടെ പൂരിയല്ലേ? അത് മൊത്തം പൊട്ടിച്ചു തിന്നാം. പേരറിയില്ല. ഇതെന്തൊരു സംഭവം? ബദാം മിൽക്കാണോ? ബദാം മിൽക്ക്. കുനാഫ ഭയ്യ ക്യാ ഹൈ? കുനാഫ. കുനാഫ തന്നെയാ. അതിലിത് നെയ്യും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത്. അതെ. എനിക്ക് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ. എനിക്ക് പൊതുവെ ഈ സാധനം ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് എവിടെ അല്ല അതല്ല, അത് കഴുകണം. ബക്കറ്റ് ബിരിയാണി. അത് ശരിക്കും അങ്ങനെ പറയണായിരുന്നു ആ സമയത്തല്ലേ. ഇവിടെ വേറെ എന്തിട്ട് വെറൈറ്റി ഉണ്ട്. ഈ സൈഡിൽ പോയാലേ വെറൈറ്റി ഫുഡിന്റെ കറിയുള്ളൂ. അയ്യോ, ഇവിടെ കെട്ടിട്ടേക്കുക അറിയില്ല. വാ, ഈ സൈഡിൽ വാ. പിസ്സ, മൊത്തം പിസ്സ ഗ്ലാസ്സിലേക്ക്. പിസ്സ തന്നെ. പിസ്സ തന്നെ. ഇത് പല പിസ്സകളാ. മൊത്തം ഇതിന്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. रेड सॉस, पेरी पेरी, व्हाइट सॉस, मसाला पास्ता, वेज पिज्जा, पनीर टिक्का, शेफ स्पेशल पिज्जा. ഇന്നാളെ സാധനത്തിന്റെ പേരൊക്കെ പടപടെ വായിക്കണ്ടല്ലോ. ഇത് ആണോ? ശരി. പിന്നെ ഫുഡിന്റെ ആണെങ്കിൽ അവൻ മറ്റേ മൊബൈലേ എടുത്തിട്ടില്ല. അത് മൊബൈൽ എടുക്കാനായിട്ട് പോവാം. അതുപോലെ തന്നെ ഇത് നമ്മൾ കഴിച്ചിട്ടുള്ള സാധനം ഓർമ്മയുണ്ടോ? ബോള് ഷോട്ട് എന്ന് പറഞ്ഞിട്ട്. അത് നല്ല സാധനം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കാൽഭാഗം പോലും വില ഉണ്ടാവില്ല. ഇവിടെ നോക്കി ഒരു കുന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ. പനീറിന്റെ ആണ്. ഇത് പനീറിന്റെ പല വെറൈറ്റികൾ. ഇതെന്തിട്ടാ? ഇത് പനീർ തന്നെയാണ്. പനീർ. ഇതെന്തിട്ടാ? ഗോബി മഞ്ചൂരി. ഇത് ഗോബി മഞ്ചൂരി. ഇതെന്തിട്ടാ?
ക്യാബേജ് ക്യാബേജ് മഞ്ചി, ക്യാബേജ് 65, ക്യാബേജ് ചില്ലി, ക്യാബേജ് പെപ്പർ ഇവിടുത്തെ മറ്റേ ഇതില്ലേ എണ്ണ നല്ലതാട്ടോ. ആ അത് ഇവിടുത്തെ അടിപൊളി. അതേപോലെ ഇത് വറുത്തിട്ട് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവില്ല. അപ്പൊ ഇവിടെ ക്വാളിറ്റി ഉണ്ട്, ഇന്നലെ പോയ പോലത്തെ ഒന്നുമല്ല. അതുപോലെ സ്ട്രീറ്റ് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആന്ന് നോക്കിയേ, അല്ലാണ്ട് കച്ചറയായിട്ട് കിടക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ആ നല്ല വൃത്തിയിൽ കിടക്കണതാ. ഇനി ഇവിടെ എന്തിട്ടുള്ളത് നോക്കാം നമുക്ക്. കൂൾ ഡ്രിങ്ക്സിന്റെ സംഭവങ്ങളാണ് കേട്ടോ, പല പല വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ലസ്സി കാര്യങ്ങൾ ഇതൊക്കെയാണ്. 4 ഇതുണ്ട്, അതിൽ വെള്ളം പോലത്തെ സംഭവം. ആ അതെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് കാണാം നമുക്ക്. ഇതെന്താന്ന് കണ്ടോ, ഇതിന്റെ പേര് ചോദിച്ചിട്ടില്ലേ, പേരൊന്ന് ചോദിച്ചു നോക്കാം. കഷ്ണം ആപ്പിളിന്റെ പീസാണ് അത്, കണ്ടോ ഓക്കെ. എന്ത് സാധനം എന്നുള്ള പേര്? തേങ്ങ അതിന് മുകളിലുള്ളതാണ് മുന്തിരി, അങ്ങനെ പിന്നെ പിന്നെ റോസ. അത് റോസ് മറ്റേ സാധനല്ല, വെറുതെ റോസ് അല്ലേ? പരിപ്പ്, മുന്തിരി, ബദാമാണത്. ഇവിടെ കണ്ടോ തേങ്ങ ചുരണ്ടി വെച്ചിരിക്കണ. ഓ അത് അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം. ഭയ്യ इसका नाम क्या बोला? इसका नाम क्या बोला? फ्रूट कस्टर्ड अല്ലേ? कितना है? കസ്റ്റാർഡ് ലസ്സി 80. ആ ലസ്സിയാണത്. കാര്യം മനസ്സിലായില്ലേ? വാ ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. ആ അജിലട്ടായി വരട്ടെ, അജിലട്ടായി നമ്മളെ കണ്ടുപിടിച്ചോളൂ. ഏത്? ഇത് മൗത്ത് ഓർഗൻ. ഇവിടെ എന്നിട്ടാ ബോംബെ കുൽഫി ഉണ്ട് ഇവിടെ. ഇത് റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. 150 rupees. ഞാൻ വിചാരിച്ചു ഉണ്ടാക്കണ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാവുന്നു. അതല്ല അതെ ഇതേപോലെ ഇരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ആക്കി തരും, റോളായിട്ട്. ഇത് നല്ല ഇങ്ങനെ തണുത്തിരിക്കുന്ന സാധനം. അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കയ്യോടെ ഒറ്റടിക്ക് ഐസ്ക്രീം ഐസ് ഫ്രൂട്ടാവും. അതെ പാല് എല്ലാ റോളും ഉണ്ട്. പിന്നെ അതെ ഇതിന്റെ ഇപ്പുറത്ത് പാൻ മസാല. ആ പാൻ മസാല പല രീതിയിലുള്ള പാൻ മസാലകളും പേരുകളും കൊടുക്കാം. ഡേറ്റ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുടെ വെറൈറ്റിയാണ് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. ഇതെന്തിട്ടത്? പീസോ റൊട്ടി. റൊട്ടിയാണ് റൊമാൽ റൊട്ടി. പക്ഷെ ഇത് എങ്ങനെ ഇരിക്കണത് നോക്കിയേ. ഉണ്ടാക്കണല്ല അത് കൊടുക്കണേ. അതില് നെയ്യ് തന്നെയാണോ? പൊടികളൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത്, മുളക് പൊടി അങ്ങനെ ഉപ്പ് സകല സാധനം ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് കഴിക്കും കൊടുക്കണേന്നുള്ളത് കണ്ടു. കാരണം ഇത്ര ഭംഗിയിൽ ഇത് ഇരിക്കുന്നത് കണ്ടോ. ഈ ചുട്ടിരിക്കുന്ന സാധനം അതേപോലെ തന്നെ തളർന്നു പോകാണ്ട് പപ്പടം പോലെ ആയിട്ട് ഇരിക്കുന്നത്. കുറേ സാധനങ്ങൾ വെറൈറ്റി ഇട്ടു. ഇനി എന്തിട്ട് പറഞ്ഞത്? ഓ ഇതൊക്കെ ഒരു പ്രത്യേക സൈസ് സാധനത്താ. ഇതെന്തൊക്കെയാണോ? തക്കാളി, സബോള മിക്സ്. അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങള്. പിന്നെ എന്നിട്ട് അതിന്റെ മുകളിൽ വേറെ മിച്ചറ്. മിച്ചറ് പൊരി മിച്ചറ്. മിച്ചറ് ഫുള്ളായാലും 1 കിലോ മിച്ചറ് തന്നെ ആയാലും തന്നെ. ഇനി എന്തിട്ടുള്ള ചേട്ടാ? മല്ലിയില. भैया इसका नाम क्या है? क्या बोला? करारा रोटी पापी चाट. ഇതെന്തൊരു സാധനം? ഇതെന്തൊരു സാധനം? ഇതെന്തൊരു സാധനം മനസ്സിലായ? ഇത് പഴം. അതടി പഴം. ഒരു ചെന്നാന്ന് എഴുതിയുണ്ടോ? അമ്മേ സാധനം കലക്കിയില്ല. ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് തരുന്ന സംഭവം. അതേ പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പാനിപൂരിയാ? പാനിപൂരി 6 ഫ്ലേവർ പാനിപൂരി. വാപ്പസ് ആനൊക്കെ ടൈം കാത്തെ തിരിച്ചു വരുമ്പോൾ കഴിച്ചാൽ പോരെ? അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ലതും കണ്ടാൽ കഴിക്കാൻ പറ്റില്ല. ഇത് എന്തിട്ടാ? ഇത് ബദാം മിൽക്കല്ലേ?
ഇത് മറ്റേ ഇത് പൊട്ടിച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ സംഭവം ഇത് അതിനകത്ത് നേരത്തെ കണ്ടില്ലേ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന സാധനം. അതിൻ്റെ മിക്സുകളും സാധനങ്ങളൊക്കെയാണ്. ഗുലാബ് ജാമും കാര്യങ്ങളൊക്കെ. ഇത് ഫുഡ് സ്ട്രീറ്റ് ഇത് പറയാം ഇതിനെ അല്ലേ? അല്ലാണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ പോയിട്ടുള്ള മറ്റേ അട്ടയല്ല പുഴു. അത് നോൺ വെജാ. ഇത് വെജിറ്റേറിയൻ മാത്രല്ലേ? അതിൻ്റെതായ നീറ്റ് ആൻഡ് ക്ലീൻനെസ് ഉണ്ട് കേട്ടോ. ഞാനത് ഇത്ര നേരം അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് വെജിറ്റേറിയൻ മാത്രമാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് പറഞ്ഞപ്പോ. ഇതെന്താ സംഭവം? ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുവോ? റോൾ ഐസ്ക്രീം മറ്റേ നമ്മൾ ഇതിലല്ലേ കണ്ടത്? പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാക്കണ കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ കാണാൻ പറ്റണവോ? ഇങ്ങനെയാണോ ഇരിക്കുക? ആരെങ്കിലും അത് മേടിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു. പക്ഷേ രക്ഷയില്ല. നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇവിടേക്കൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടോ. രണ്ട് സൈഡും ഫുള്ള് തിരക്കായി. നടക്കാൻ പറ്റാത്ത അത്ര തിരക്കായി. ദോശ തിന്നാൻ ഇത്ര തിരക്കുണ്ട് ഉണ്ടെന്ന് പറയണ എന്തെന്ന്. വെജിറ്റേറിയൻ സ്ഥലത്ത് വരെ ഈ നിലയ്ക്ക് തിരക്ക് നോക്ക്. അതും രണ്ട് സൈഡും ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ കണ്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ പിന്നെയും കാണുന്നത്. വെറൈറ്റി ഉള്ളത് പിന്നെ ഒന്നും കണ്ടിട്ടില്ല. ഇതെന്ത് വെറൈറ്റി ആണല്ലോ ഇത്? അത് മറ്റേ സംഭവം. മനസ്സിലായി. ഇതപ്പോ വെജിറ്റബിൾ ബിരിയാണിയാണ് അല്ലേ? ഓഹോ, ഇത് വെജിറ്റബിൾ ബിരിയാണി അല്ലേ? വെജ് പുലാവ്. മലയാളം, തമിഴ്. തവ basmati rice. This is mushroom palav and beans palav and shawge shamir. This is pulav and lemon rice. lemon rice pulav അങ്ങനെയുള്ള സാധനങ്ങൾ. ഒനിയൻ റോൾ, കട്ട്രിങ്. ബാബാ എൻ്റെ പൊന്നെ, ഇതൊക്കെ ദോശയുടെ വെറൈറ്റികളാണ് കേട്ടോ. ദോശ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. അതാ പറഞ്ഞ ആൾക്കാരെ ഇട്ടുകാരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെറുതെ കൊടുക്കണ്ടോ? നോക്ക്, തിരക്ക്. ചായക്കടയാണോ? എന്തിനാ സംഭവം? ഇഡ്ഡലി ദോശ. ഇത്ര തിരക്കോ? എന്തായാലും ഇങ്ങേറ്റം വരെ ഒന്ന് നടന്നു നോക്കട്ടെ കേട്ടോ. എന്തൊക്കെയാലും വേറെയുള്ള കാണാനുള്ളത് നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവിടെ പനന്തങ്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടു പനന്തങ്ക്, ചെറുതും വലുതുമായിട്ടുള്ള പനന്തങ്കുകൾ. 3 പീസിന് 50 സംഭൂരം 3 പിന്നെ ചോളം. ഏത്? അതെന്താണോ? ഭയ്യ കിത്തനെ? 80 60. ഓ 80. 60 രൂപ കൂടുതലൊന്നുമല്ല. ഇവിടെ പാനിപൂരി അല്ല, പാൽപ്പാട അല്ലേ? പാൽപ്പാടയുടെ കണ്ടമാനം പരിപാടി നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഇവിടെ എന്നിട്ട് ഗോപിയുടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? പല ഗോപികൾ. കഴിഞ്ഞു കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ, ഇവിടെ വരെ ഉള്ളൂ. അവസാനിച്ച സംഭവം. തിരിച്ചു പോവാം. ഇനി നമുക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഐസ്ക്രീം വെറൈറ്റികളുണ്ട് കേട്ടോ. അതിൻ്റെ കടകളുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഷെയ്ക്കിൻ്റെ ഒരു കടയുണ്ട്. ഷെയ്ക്ക്, ജ്യൂസ്, മറ്റേ ഇത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്തില്ല. ഈ വഴിക്ക് വരികയാണെങ്കിൽ വെജിറ്റബിൾ സ്ഥലങ്ങളുടെ ഒരു ഏറ്റവും വലിയ സ്ഥലങ്ങളാണ്. നോട്ടെ എറിയുന്ന നോട്ടെ. നല്ല അടിപൊളി. കണ്ട എവിടെ വരെ പോയിട്ട് വരണേ? നോട്ടെ, ഇനി എറിയുമ്പോ എവിടെ വരെ പോയിട്ട്? വേണ്ട മുത്ത, നീ ഒരു കാര്യം ചെയ്യ. ആളെ എറിയുമ്പോ നീ പിടിച്ചോണ്ട് പോരെ. അല്ല പോവാ. ഇനി ആളത് പുറത്തേക്ക് കളയും കാണിച്ച്. അതെ, നമുക്ക് ദോശ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തെരഞ്ഞു പിടിച്ച 99 വെറൈറ്റി ദോശയുടെ അവിടേക്ക് എത്തി. ഇനി ഏത് കഴിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. എന്തുട്ടാ? ഓൾ മിക്സ്. ചീസ് ഓൾ മിക്സ്. അപ്പൊ ഓൾ മിക്സ് ഒരെണ്ണം കഴിക്കാം അല്ലേ? ഓൾ മിക്സ്. അതിലുള്ള സാധനങ്ങൾ ഇതേപോലെ ഇട്ട് സാധനം സെറ്റ് ചെയ്യണം കേട്ടോ. നേരത്തെ ഉണ്ടാക്കണം കണ്ടത് തന്നെയാണ്. പക്ഷെ മെഷറൂം കണ്ടില്ല.
എന്തൊരു ചട്നി കഴിച്ചു, ചമ്മന്തി കഴിച്ചു, സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ബട്ടർ എല്ലാം കൂടി മിക്സാക്കി കുറച്ച് എന്തോ മുളക് പൊടി കണ്ടിട്ട് തട്ടി, പിന്നെന്തോ വേറെ ഉപ്പ് തട്ടി, പിന്നെന്തിട്ടാ ഇനി ഇടിക്കാനുള്ള സാധനം. ഇനി ഇടിച്ച് ശരിയാക്കലാണ് എൻ്റെ പരിപാടി. ഈ തട്ടിയിട്ട് കുറച്ച് താഴ്ത്ത് പോയിട്ട് നല്ലതായിട്ട് വേറെ അഴുക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അത് അതാ പറഞ്ഞു, അതുകൊണ്ട് ഇനി പേടിക്കണ്ട. കണ്ടു ഇനി അടുത്തത് ആളുടെ ഇതും കൊണ്ടുള്ള അടിച്ച് ലെവലാക്കല. കണ്ടോ, ഇതാണ് കാര്യം. നെയ്യാക്കിയിട്ട് ഇങ്ങനെ ഒട്ടയ്ക്കും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ അറിയില്ല എന്തൊക്കെ ചേർത്തു എന്നുള്ളത്. മഷ്റൂം കാണാം, മസാല മറ്റേ ഇത് പൊട്ടാറ്റോ ഒന്നും കാണില്ല. പൊന്നിയനൊക്കെ ഇതായിട്ട് അതേപോലെ തക്കാളിയൊക്കെ മുത്തിന്റെ ഷൂസുമിലേക്ക് തട്ടി കളയാത്. ഒട്ടച്ചൊട്ടച്ചൊടച്ച് ശരിയാക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സെയിം തന്നെ. പിന്നെ ഇടുക്കട്ടോ ആള്. ഇനി ചീസ് ഏറ്റവും അവസാനം, അതെ ഏറ്റവും അവസാനം ചീസ് ഇങ്ങനെ ഇതാക്കി ഇതേ കണ്ടില്ലേ. അത് അവർക്കറിയാം അളവ്, നമ്മൾ കൂടുതൽ ഇടാൻ പറഞ്ഞ് ഇടൊന്നുമില്ല. ഈ 180യുടെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. എല്ലാം ഇടും അതന്നെ. ഇനി വേറെ ഒന്നുമില്ല, ഇത് വെന്താൽ മതി കേട്ടോ, വേറെ ഒന്നുമില്ല. വേറെ ഇനി ഇത് കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അങ്ങനെ കിട്ടിട്ടോ, സംഭവം കിട്ടി. 4 പീസാക്കിയിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. അവര് ചട്നിയും ഒരു പച്ച കളറുള്ള ചട്നിയും. അത് ചൂടാ? ആ, അമ്മേനെ കൊണ്ട് പിടിപ്പിച്ചാൽ നിനക്ക് ഫസ്റ്റ് കഴിക്കാമല്ലോ. ചൂട് ലേശം ആറിയാലാണ് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വക്കുവശം മതി കേട്ടോ, അതായത് അല്ലെങ്കിൽ ഇതായാലും മതി. ആ ഉവ്വ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോയി അടുത്ത സാധനം. അതിൻ്റെ പേരെന്തായിരുന്നു? ആ അത് തന്നെ, അതിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇവിടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അതെ ഇവിടെ ഇത് മൈസൂര. ആ അപ്പോൾ അതാകുമ്പോൾ മൈസൂരാകുമ്പോൾ ബീട്രൂട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ചുമപ്പ് കളറ് നമ്മുടെ ഇന്ത്യൻ കോപ്പിയോസിലെ പോലെ. ആ അടിപൊളി ടേസ്റ്റാ. അപ്പോൾ കൂട്ടാ അവിടെ വില കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ബെസ്റ്റ് വൃത്തിയാവും. ടേസ്റ്റ് അവിടെ നല്ലതാ. ആണോ? എന്നാ കഴിക്ക് നോക്കട്ടെ, ടേസ്റ്റ് പറയാം. ഇതേ ടേസ്റ്റ് തന്നെ. അതെ പുളിയൊക്കെ ഉണ്ട്. ഇപ്പം നോക്കട്ടെ. അതെ ഇത് മൈസൂർ ദോശ റെഡിയായി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം എന്തായിരുന്നു? ഓൾ മിക്സ്. അപ്പോൾ അതിന് 150 ആണെങ്കിൽ അതിൽ കണ്ടമാനം എല്ലാ വെജിറ്റബിളും ഇടുന്നാണ് പറയണത്. ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഏതാന്ന് വെച്ചാൽ ആ ഒരു സംഭവം മാത്രം. മെഷറും പറഞ്ഞ മെഷറും, അതേപോലെ തന്നെ ഇത് പറഞ്ഞാൽ അതിന് വേറെ കളറിൽ അങ്ങനെ. എന്നാലും കഴിക്കട്ടെ, വർത്താനം പറഞ്ഞു തന്നിട്ട് ഇവർ തീർക്കുമ്പോൾ അല്ലേ. എല്ലാ ദോശയ്ക്കും കോമൺ ആയിട്ട് ഇടുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അവരെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്പെഷ്യൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുന്നത്. ഈ മസാല എല്ലാം ദോശയ്ക്കും കോമൺ. ഇതില്ലേ ഈ മസാല. ആ ഇത് പച്ച ചട്നി ചോദിച്ചു. അപ്പോൾ ഇത് വേറെ ഏതോ സാധനമാണ്. ഇത് കൊണസായ കോലാപ്പൂരി. ആ കോലാപ്പൂരിയിൽ ഇതിട്ടേക്കണേ എന്നിട്ട് മറ്റേ പനീർ. അപ്പോൾ ഇതിലേ എന്താണെന്ന് വെച്ചാൽ ദോശേനേക്കാളും ഇരട്ടിയുടെ മുകളിൽ ഈ മസാല മിക്സാണ്. അപ്പോൾ അത് കാരണം കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ദോശ പ്ലെയിൻ ദോശയോ ഓരോ തരാൻ പറയേണ്ടി വരും. എന്നാലാണ് ഇത് കഴിച്ചു തീർക്കാൻ പറ്റുള്ളൂ. വേണോ അങ്ങനെ പറയണോ? കണ്ടമാനം കറിയായി അതുകൊണ്ട് ഇത്ര അധികമാണ്. കഴിക്കട്ടെ കേട്ടോ. ഇന്ന് എന്താവും എന്നുള്ളത് വൈകുന്നേരം തൊട്ട് അറിയാൻ പറ്റും. 12 മണി കഴിയുമ്പോൾ തൊട്ട് അറിയാം. ഒരിക്കലും പറയാൻ പറ്റില്ല. കേക്ക് കൊൻസവാല ചെയ്യും. നിനക്ക് ഏതാ വേണ്ടേ? ദഹി ഉണ്ടാവില്ല, ദഹി ഒന്നും കഴിക്കണ്ട. ദഹനം കിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയാ? വെറുതെ പറയണതാണോ? നല്ലതാണോ? ഇനി എത്ര വേണം? ആ ശരിയാ, വർത്താനം പറഞ്ഞ് കഴിക്കരുതെന്ന് മനസ്സിലായോ? അവൻ കഴിക്കട്ടെ എന്ന്. ഓക്കെ കഴിക്കേ.
ഇനിയുണ്ട് തിന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ, മിണ്ടരുത്. സോറി. നിനക്ക് വേണോ? ഞാൻ ഒരെണ്ണം ഒന്ന് കഴിക്കട്ടെ. ഇപ്പൊ ഏതൊക്കെയാ കഴിച്ച? ഇത് സ്വീറ്റാന്ന്. അപ്പൊ നേരത്തെ കഴിച്ചത് എന്തിട്ടായിരുന്നു? ടേസ്റ്റി ഏതാ ടേസ്റ്റ്? സ്വീറ്റ് ബെസ്റ്റ് ആണോ? എനിക്ക് പുളിയ ഇഷ്ടം. പിന്നെ ഗാർലിക് ഉണ്ട്. നല്ല അറിയുള്ളൂ ഗാർലിക്. മുത്തിന്റെ കാര്യം ഇന്ന് എന്താന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ചോക്ലേറ്റ് ചോക്ലേറ്റ് പാൻ. ചോക്ലേറ്റ് പാൻ. ഇനി ഏതാടാ? സെറ എന്ന് പറഞ്ഞ എന്തുട്ടാ? പുളി തന്നെയാണോ? ജീരയാണ്. എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമുള്ള സാധനമല്ല. കഴിക്കാം. എന്നിട്ടാ പേര്? അതെന്തൊരു സാധനം? എല്ലാ വെറൈറ്റി ആയില്ലേ? അതെ. ഇത് കഴിക്കണം തന്നെ പറയണേ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാന്ന് പറയണേ. പാവം പറയണേ ഇനിയും ഇത് ഇപ്പൊ മൊത്തത്തിൽ എത്ര കഴിച്ചു വല്ല എണ്ണ ഉണ്ടോ? അതൊന്നും അറിയില്ല. കഴിച്ച ഒരേ സൈഡിൽ നിന്ന് തുടങ്ങി. അങ്ങനെ പറയോ? അങ്ങനെയൊന്നും പറയില്ല. രണ്ടെണ്ണം കഴിച്ചിട്ടുള്ള കൊച്ചു. ഞാനും കഴിച്ചോട്ടെ ഈ സാധനം. ഇത് എന്നിട്ട് രാജുവാടി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും പറഞ്ഞു. 7-8 കണ്ടായി. അപ്പൊ എല്ലാവർക്കും ഓരോന്നും കൂടി ഒന്ന് പോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിൽ വീണ്ടും രണ്ടാമത്തെ സെറ്റ് പറഞ്ഞു. നല്ല സാധനങ്ങൾ നമ്മൾ വീണ്ടും കഴിക്കാം. വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു കിരികിരി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത അമരബല ദോശ. എന്താ കണ്ട് പേരിട്ടോ? ഇതാണ് സാധനം. ഇതുണ്ടാക്കണത് കണ്ടിട്ട് ഇത് കാണണേ. അവരബല്ലേ. ഓക്കെ. അവരബല്ലേ ദോശ കേട്ടാ. ആദ്യം എന്തോ മസാല ദോശ ഇട്ടിട്ട് പിന്നെ മസാല നെയ്യ് പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു സാധനം നെയ്യിനൊന്നും ഉണ്ട് കേട്ടോ. ഇത് അമരബല്ലല്ല. അയ്യോ സോറി ഇത് അമരബല്ലല്ല. ഇത് സാധാ ദോശയാ. ബസ്റ്റ് അമരബല്ല ദോശയിൽ കൊറേ സാധനങ്ങൾ ഇടും. എവിടെ മറ്റേ സാധനം ഉണ്ടാക്കി കേട്ടോ, ബോളി പോലത്തെ സാധനം. ഒപ്പട്ടു വെറൈറ്റി പേരുകളാട്ടാ. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാട്ടാ. അതന്നെ ഇത് മിക്സ് കേട്ടോ. അത് മറ്റേ എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ റാഗിയാന്നുണ്ട്. അമരബല്ലേ അവരബല്ലേ. പിന്നെ അവരബല്ലേ. കൺഫ്യൂഷൻ ആണല്ലോ മൊത്തം. സ്പെഷ്യൽ എന്ന് പറയുന്നറിയോ? സാധനം നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ടെക്നിക്ക് മലയാളി ടെക്നിക്ക്. ഇതുണ്ട് ഇതൊക്കെ ചെയ്യണം. മറിച്ചിടല് അതുപോലെ ആ വെളിച്ചെണ്ണ ചീറ്റിക്കല് പ്രത്യേകതകളാണ്. ഈ ചേട്ടന് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത. അതെ അല്ലല്ല. എന്ത് സാധനം? അരിയുടെ റൊട്ടി. കണ്ട വെറൈറ്റി സാധനങ്ങളാ. ചാവൽക്ക റൊട്ടി. ഞാൻ അതെ.
എന്താണ് ഇന്നലത്തെ ചോറ് ഇന്ന് ചവൽക്ക റൊട്ടി. ചവൽക്ക റൊട്ടി അതന്നെ. ഇവിടെ അധികം സ്ഥലത്ത് ഇതാണ് നമ്മുടെ അവരബല്ലേ. ഇതൊക്കെ അങ്ങനെ ചേട്ടാ. അതെ ഇതിന് ആളുടെ പ്രധാനം എന്താണ് ഇവിടുത്തെ പ്രധാനം? അവരബല്ലേ. ഡിസ്പോസിബിൾ. നല്ല വൃത്തിയാണ് കേട്ടോ. നെയ്യാണോ? ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ നെയ്യ്. നോക്ക് നെയ്യ് നിറയ്ക്കാണ് കേട്ടോ. നെയ്യല്ലേ? ശരിയാട്ടോ, കൈ പൊള്ളണില്ലോ. ഹോട്ടല്ലേ ചൂടല്ലേ? ചൂടിന്റെ പൊന്നേ. അതെ അതെ, ചാവൽക്ക റൊട്ടി. ചാവൽക്ക റൊട്ടി മറിച്ചിട്ടു, മറ്റേ നമ്മളുടെ സാധനം മറിച്ചിട്ടു. നമ്മുടെ സാധനത്തിന്റെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അമരവെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ട, ഇത് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം. അവരബല്ലേ ദോശ അത് തന്നെ. ഇവിടെ ഉണ്ട് എല്ലാത്തിന്റെയും. മസാല ദോശ, ഉടുപ്പി ദോശ, ചീസ് ദോശ. അതെ, പക്ഷേ എന്തത് ഈ സ്പെല്ലിങ്ങുകൾ ഇവർ എന്നാ മാറ്റിയിട്ടുള്ള ഇതിലൊക്കെ. പനീർ ദോശ. ഇനി ഞാൻ ബാക്കി വായിക്കണം ലിസ്റ്റ്. എന്നെ തളർത്തി. അത് തന്നെ വണ്ടാറ്. നമ്മൾ ഇത്ര പാടുപെട്ടിട്ട് ഒരു സാധനം വായിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് തെറ്റാന്ന് പറയണു. ഞാൻ മടുത്തു. കുറച്ച് ചട്നി വെച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ ഫുള്ള് ചട്നിയൊക്കെ. അപ്പോൾ ആ ദോശയുടെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ചട്നി മേടിക്കാമല്ലോ. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഇതേമേലേക്ക് നോക്കിയിരിക്കുക. അതിൻ്റെ കാരണം എന്താ? ചൂടാറിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. അന്നല്ലേക്കുള്ള ചൂടാണ് ഈ സാധനത്തിന്. അങ്ങനെ തന്നെ. അത് കുറേ സമയം ഇട്ടിട്ടാണ് ഇത് വേവിക്കണേ. സ്ലോ കുക്കടാ. ആള് കൈയിട്ട കയ്യിൽ തേമ്പുണ്ട്. അതാണ്. പക്ഷെ ആള് കറക്റ്റായിട്ട് കഴുകി അതുപോലെ കവറിട്ടിട്ടാ ചെയ്യണത്. നീറ്റ് ആൻഡ് ക്ലീനാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തേ കൈയിട്ട് മതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് അല്ല, അങ്ങനെയല്ല പറയണേ. നോക്ക്, നീ ആളുടെ കൈ നോക്ക്. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആള് പിന്നെ ഇതിന്റെ കാര്യം നീ നീറ്റ്നെസ് എന്ന് പറഞ്ഞ ഷോ മീ യുവർ ഹാൻഡ് പറയണ. ഏയ് എക്സ്പീരിയൻസ് അല്ലേ? എന്താ ഈ മൊത്തം കിട്ടുമോ? എന്താ എന്നിട്ട് അത്ര ചൂടാലേ? അതെ. അപ്പൊ എന്തായാലും നോക്കട്ടെ. ദോശ മാത്രമേ തിന്നുള്ളൂ. അത് ഞാൻ ചട്നി വയ്ക്കണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം. ഇതിന്റെ ഹാഫാണ് കേട്ടോ. ഇത് നിവർത്തണം. ഇത് കണ്ടോ, ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സൈസിലേക്ക് വരിക. ഇത് ഇതിനകത്ത് പുള്ളില്ലാത്തതുകൊണ്ട് അവർ മടക്കിയിട്ടുള്ളതാ. ഒരു 80 റുപ്പീസിന്റെ സാധനം വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ കൂട്ടാ? നീ അവിടെ നിന്ന് കഴിക്കണതല്ലേ ഇതൊക്കെ? ഇത് കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അറിയില്ല അല്ലേ? എന്താ മൊത്തം നിന്റെ അഭിപ്രായം? കുഴപ്പമില്ല. ഞാനിവിടെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഊത്തപ്പത്തിന്റെ ഊത്തപ്പ ടേസ്റ്റാ. ഊത്തപ്പത്തിന് പറയേണ്ടത്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സാധനം ഇഷ്ടമല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ടേസ്റ്റിന് കുറവുണ്ടായിട്ടല്ല. എനിക്ക് അതിലിട്ടിട്ടുള്ള സംഭവങ്ങളില്ലേ അത് പോരാ. ബട്ടറൊക്കെ മിക്സ് ചെയ്യണം. എന്നാലേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ എല്ലാം നിർത്തി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കേട്ടില്ല. എല്ലാ സംഭവം ചെയ്ത് പൂജ ആയിക്കോളൂ. വീഡിയോ ആയിട്ട് അത്യാവശ്യം കാണാതിരിക്കും. ബൈ 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 ബൈ. ഇതിനകത്തിട്ടുണ്ടാ? അതറിയാണ്ട് അങ്ങനെ വന്നതാ കൂടി. ആണോ? ഞാനും വിചാരിച്ചെന്താണെന്നറിയോ, മറ്റേ സാധനം സ്വീറ്റ് കോണാന്ന്. അല്ല അല്ലേ? എന്നാ കഴിച്ചോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. കടയുടെ പേരോ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല. അപ്പൊ ഇത് എന്തിട്ടാണ് ഇവിടെ കിട്ടണേന്നുള്ളതും അറിയില്ല. ഇത്രയധികം തിരക്ക് കണ്ട കാരണം ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് ഇത്ര തിരക്ക് ഇങ്ങനെ കണ്ടപ്പോൾ എന്താണെന്നുള്ളത് അറിയാം.
നോക്കിയതിന് ശേഷം പറഞ്ഞാൽ മതി. നിക്ക് നോക്കിയതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി അവന്റെ. ആ അതെ, ആ ഹാ ഹാ. സാധാ ഊത്തപ്പം കഴിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഓ, ദോശ അവിടെയാണോ? നോക്കിയോട്ടെ. ആ, ഇത് ഊത്തപ്പം. ഇഡ്ഡലി ഉണ്ട്, ഊത്തപ്പം ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇത് ദോശ. ഓ, ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ, ഇതും ദോശകൾ തന്നെ. പിന്നെ ബിരിയാണി ഉണ്ട്. ഇവിടെയൊക്കെ മൊത്തം തന്നെയാണ് കേട്ടോ ദോശ. തൊട്ടപ്പുറത്തൊരു ബിരിയാണിയുടെ സെറ്റപ്പ് കൂടി ഉണ്ട്. എന്താ തിരക്കുന്നുള്ളത് അറിയില്ല, എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് അറിയില്ല. ഇത് എന്നിട്ടാ ഗോപി എടുത്ത് വറക്കണതല്ലേ? ഓ, ഗോപി വറുത്ത് സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഒരു ബജ്ജിയുടെ കടയിൽ ചൂട് ബജ്ജിയും കാര്യങ്ങളും സംഭവങ്ങളും. അപ്പം ഇതിൻ്റെ ഒരു തിരക്ക് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ ബ്ലോക്കാന്ന് പറയില്ലേ, അതേപോലെ കേട്ടോ അവസ്ഥ. പോവാ കണ്ടില്ലേ എന്തോരം ആൾക്കാരെ നോക്കി ഇത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ബട്ടർ എന്ന മസാല ദോശ, ബട്ടർ മസാല ദോശ പറഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ മസാല ദോശ ഇവിടെ ഒരു 3 വെറൈറ്റി, 3 അല്ല, ഒരു 5-6 വെറൈറ്റി സാധനങ്ങളുണ്ട്. സാധാ ദോശ, തട്ട് ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബട്ടർ മസാല ദോശ ഓരോ പറഞ്ഞതിൻ്റെ ചമ്മന്തി സാധനങ്ങളും എന്തായാലും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കട്ടെ അല്ലേ. ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം.